കാര്യമൊന്നുമല്ല. പാറുവിനറിയാലോ, ഞാൻ എന്റെ പിള്ളേരെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നു. ഇതൊക്കെ ഉപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിപ്പോയാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ കടന്നില്ലേ? ഏട്ടാ, ഞങ്ങളാ റീലെടുത്തത്. അത് കണ്ടിട്ട് പാറു ഞങ്ങളോടൊപ്പം കൂടുമായിരുന്നു. അതിന്റെ പേരില് ഏട്ടൻ പാറുവിനെ വഴക്ക് പറയരുത്. ഏയ്, ഗിരിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഗിരിയേട്ടനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ ഞാൻ അറിയാതെ നിങ്ങൾ ഓരോ കാട്ടിക്കൂട്ടലുണ്ട് അല്ലേ? ഗിരിയേട്ടാ പ്ലീസ്, അവരെ വഴക്ക് പറയരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഗിരിയേട്ടൻ പഠിച്ചു വെച്ചിരിക്കുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ മോശം മാത്രമൊന്നുമല്ല, നല്ലതുമുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം. ഗിരിയേട്ടൻ പെങ്ങന്മാരെ ജീവനെ തുല്യ സ്നേഹിക്കുന്ന സത്യമാണ്. പക്ഷേ ഇവർക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ ഒരു സഹോദരൻ എന്ന നിലയിൽ ഗിരിയേട്ടന് പൂർണ്ണമായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇത് ന്യൂ ജനറേഷനും കടന്ന് ജെൻസിയുടെ കാലാ. അതിനൊപ്പം നമ്മൾ മാറണം. ഇനിയിപ്പോ നമുക്ക് മാറാൻ സാധിച്ചില്ലെങ്കിൽ സമൂഹത്തില് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഞാനൊരു ഡോക്ടറാ. പല മെഡിസിൻസിനും പാർശ്വഫലങ്ങൾ ഉള്ളതാ. എന്ന് കരുതി രോഗം മാറാൻ നമ്മൾ എന്താ വേണ്ടത്? മരുന്ന് കൊടുത്തേ മതിയാവൂ. ഒന്നും അമിതാവാതെ കൃത്യമായിട്ട് നൽകണം. നൽകാതിരുന്ന രോഗിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗിരിയേട്ടന് മനസ്സിലായില്ലേ? സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗിരിയേട്ടന്റെ ഈ അനിയത്തിമാര് കുഞ്ഞടക്കം നന്മയും തിന്മയും തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവരാ. അത് ഗിരിയേട്ടന്റെ ശിക്ഷണത്തിന്റെ ഗുണവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പെങ്ങന്മാരൊരിക്കലും ഒരിടത്തും അതിര് വിട്ട് ഒന്നും ചെയ്യില്ല. ആ പേടി ഗിരിയേട്ടന് വേണ്ട. അതിന് ഞാൻ കയറണ്ടേ. ഇവരെപ്പോഴും അത് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. ബോറടിക്കുമ്പോ വല്ലപ്പോഴും ഇത്തിരി നേരം അത് അവർ ഉപയോഗിച്ചോട്ടെ ഗിരിയേട്ടാ. അതുകൊണ്ട് ഇവര് വഴിതെറ്റി പോവില്ല. ഞാൻ നോക്കിക്കോളാം. പ്ലീസ്, അവർക്ക് അതിനുള്ള പെർമിഷൻ കൊടുക്കണം. ഓ, അതാണോ കാര്യം? ജനിച്ചാൽ ഒരിക്കൽ ചാവണം. കുടിച്ച് ചാവാനാണോ വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. അത് ശരിയാവില്ല. അമ്മാവൻ ഇനി കുടിക്കാൻ പാടില്ല. ഇത് പറയാനാണോ ഉറക്കവും കളഞ്ഞ് എന്നെയും കാത്തിരുന്നത്? അതെ, ഇത് പറയാൻ വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നേ. മോള് പോയി കിടന്ന് ഉറങ്ങ്. വെറുതെ ഉള്ള ഉറക്കം കൂടെ കളയണ്ട. എന്റെ ഉറക്കല്ല ഇവിടെ പ്രധാനം. അമ്മാവന്റെ ജീവനാ, ഈ കുടുംബത്തിന്റെ സന്തോഷ. എനിക്കിനി വലിയ ആയുസൊന്നുമില്ല മക്കളെ. അത് തീരുമാനിക്കുന്നത് അമ്മാവനാണോ? ആയുസില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ പോക്കാണെങ്കിൽ എനിക്കിനി അധിക കാലമൊന്നും ഉണ്ടാവൂല. അപ്പൊ അതറിയാം. അതറിഞ്ഞിട്ടും പിന്നെ എന്തിനെങ്ങനെ കുടിക്കുന്നേ? അത് ശീലമായി പോയി മോളെ. ഈ ശീലം ജനിച്ചപ്പോ മുതലുണ്ടായതൊന്നും അല്ലല്ലോ. പണ്ട് അമ്മാവൻ മദ്യം ഒരു തുള്ളി പോലും തൊടാറില്ലെന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് എപ്പോഴോ മദ്യത്തിന് അടിമപ്പെട്ടുപോയി എന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഈ ശീലത്തിന് അടിമപ്പെട്ട് കഴിയണമെന്നില്ല. അമ്മാവൻ വിചാരിച്ച ഈ ദുശീലത്തിൽ നിന്ന് പുറത്തു കടക്കാവുന്നതേ ഉള്ളൂ. എന്തിനു വേണ്ടി? മക്കൾക്ക് വേണ്ടി. ദൈവം അനുഗ്രഹിച്ച് ഈ വീടിന് ഒരു കുറവുമില്ല. അത്യാവശ്യം സൗഭാഗ്യങ്ങളൊക്കെ ഗിരിയേട്ടനായിട്ട് ഈ കുടുംബത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സന്തോഷത്തിലുമാണ്. പക്ഷെ അവരൊക്കെ പൂർണ്ണമായ സന്തോഷത്തിലാണെന്ന് ചോദിച്ചാ അല്ല. അതിന് കാരണക്കാരൻ അമ്മാവനാണ്. അമ്മാവന്റെ മദ്യപാനോ? അമ്മാവൻ ഇങ്ങനെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യപിച്ച് നടക്കുന്നത് കണ്ട് ഗിരിയേട്ടനും അനിയത്തിമാരും എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് അമ്മാവൻ അറിയോ? അറിയില്ല.
അതിന് സ്വബോധത്തോടെ അമ്മാവന് മക്കളെ കുറിച്ച് ചിന്തിക്കാനും കാണാനും പറ്റുന്നില്ലല്ലോ. അമ്മാവൻ അറിയുന്നില്ലെങ്കിലും അവരുടെ വിഷമം ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് രാത്രി ഇത്ര വൈകിട്ടും അമ്മാവന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. അമ്മാവന്റെ കാല് ഞാൻ പിടിച്ചു പറയാം. അമ്മാവനായിട്ട് ഇനിയും ഇങ്ങനെ ഗിരിയേട്ടനെ പെങ്ങന്മാരെ സങ്കടപ്പെടുത്തരുത്. അല്ല മോളെ, അത് അമ്മാവന് മക്കളെന്ന് വെച്ച ജീവനല്ലേ. സ്വബോധത്തിലായിരുന്നെങ്കിൽ എന്തെങ്കിലും തരത്തില് അമ്മാവൻ അവരെ വിഷമിപ്പിക്കായിരുന്നോ? ഏയ്, അതൊരിക്കലും ഉണ്ടാവില്ല. എന്റെ മക്കളെ ഞാൻ വേദനിപ്പിക്കില്ല. എങ്കിൽ ഇനിയും അതുണ്ടാവരുത്. അമ്മാവനെ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ അവർക്കത് തീരെ വിഷമം തന്നെയായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മാവൻ ഇനി കുടിക്കരുത്. കുടിക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. മോളെ, അത് മക്കളുടെ മുഖം ഒന്ന് ഓർക്ക്.